നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടല്ലേ എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ആൻസി, ഇത് ഞങ്ങളുടെ കടമയാ. വരൂ ആൻസി. സാർ ഇപ്പോ കടമയെന്നൊരു വാക്ക് പറഞ്ഞില്ലേ? ആർക്കെന്ത് കടമയുള്ളൂ സാറേ? കടമ ചെയ്യേണ്ടവര് ആരും അത് ചെയ്യുന്നില്ല സാറേ. സാറേ, അതുങ്ങൾക്കൊരു വിഷമം വന്നപ്പോഴേ കൂടെ നിൽക്കേണ്ടത് ആരാ? ഒന്നീ കൂടപ്പറപ്പ് വേണം, ഇല്ലെങ്കിൽ അവിടെ കെട്ടിയും വേണം. ഇതൊന്നും അല്ലെങ്കിൽ ഇവളെ മിന്നി കെട്ടിയുടെ ഭർത്താവെങ്കിലും വേണം. അവരാരും ഈ കടമ നിർവഹിക്കുന്നില്ലല്ലോ സാറേ. ഞങ്ങളോട് സാറിന് എന്തുവാ കടപ്പാട്? കൊച്ചാപ്പന ആ കടമയും കടപ്പാടും ഒക്കെ കാണിക്കുന്നില്ലേ? അങ്ങനെ തിരിച്ചറിയുന്ന കുറച്ചുപേരൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. കഴിക്കാൻ എന്താ വേണ്ടേ? മോളൂടെ വന്നിട്ട് ഒരു ചായ പറയാം. മോനെ, സാർ. ഒരു ചായ കൊടുക്ക. ശരി സാർ. കയ്യിലൊരു കവറുണ്ടായിരുന്നല്ലോ, അത് കളഞ്ഞോ? അത് കളയാൻ പറ്റത്തില്ല സാറേ. അതിന്റെ ആവശ്യം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചുറ്റും ശത്രുക്കളല്ലേ, ശത്രുക്കള്. പൊടിക്കുഞ്ഞുങ്ങളെ കൈ കിട്ടുന്നവരെ അതെടുക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. സാറിന്റെ വീട്ടിലെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സാധനം. സാധനോ? എന്തോ സാധനം? ടാപ്പിംഗ് കത്തിയാ സാറേ. ദാ ഇത്രയും നീളമുണ്ട്. രാഗി രാഗി വെച്ചിരിക്കുക. നന്നായി. പോലീസുകാർ കണ്ടല്ലേ സാധനം ആളെ കൂടെ അകത്തു പോവും. ഓ, അത് വടിവാളും കൊണ്ട് പോലല്ലേ പിടിക്കത്തുള്ളൂ. ഇത് ടാപ്പിംഗ് കത്തിയാ. ആരെങ്കിലും പിടിച്ചാലേ ഇത് രായിക്കാൻ കൊണ്ടുപോകണമെന്ന് പറയും. അത്രയേ ഉള്ളൂ. കൊച്ചപ്പൻ എന്നാ ചെയ്യാൻ പോകുന്ന അവിടെ ചെന്നിട്ട്? അവരുടെ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും ചെയ്യാനോ? ഒച്ച വെക്കേണ്ടടുത്ത് ഒച്ച വെക്കണം മോളെ. മോളെ, ആ വീടിന്റെ ഗേറ്റിന്റെ പുറത്തേക്ക് ഒരു രാത്രി നിന്നെ ഇറക്കി വിട്ടത് മറന്നുപോയോ നീ? ആ ഗേറ്റ് പൊളിച്ച് കയറണമെങ്കിൽ പൊളിച്ച് തന്നെ കയറണം. അതാ കൊച്ചപ്പന്റെ പോളിസി. കൊച്ചാപ്പ, KJ സാർ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്നില്ലെങ്കിൽ മെസ്സേജ് കൊടുത്താൽ മതി എന്നാ സാർ പറഞ്ഞിരിക്കുന്നേ. സ്വന്തം കുഞ്ഞുങ്ങളെ കാണാനുള്ള അനുവാദം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അനുവദിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ മാത്രം മതി ലീഗലി മൂവ് ചെയ്യാൻ. അത് നമുക്കൊരു സപ്പോർട്ടാണ്. ദാ കിടക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്നും കാര്യം നടക്കത്തില്ല. കോടതിയിലൊക്കെ പോയി വരുമ്പോഴേ കാലം കുറെ കഴിയും. അപ്പോഴത്തേക്ക് കൊച്ചുങ്ങളെ കെട്ടിക്കേണ്ട സമയമാവും. മോളെ, അടിച്ചാൽ അപ്പ തിരിച്ചടി കൊടുക്കണം. പിന്നെ ആ പോലീസും കോടതിയും ഒക്കെ. അതാ കൊച്ചാപ്പന്റെ പോളിസി. പവിത്ര, കൊച്ചപ്പൻ പറഞ്ഞ പോലെ അവർ നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അനുവാദം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ? എനിക്കെന്റെ കുഞ്ഞുങ്ങളെ വേണം. പിന്നെ എനിക്ക് ആൻസി, അങ്ങനെ വന്നാ എന്താ വേണ്ടേന്ന് KJ സാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറപ്പിച്ച് കുട്ടികളെ കൊണ്ട് പോവാനുള്ള വകുപ്പുണ്ട്. നമ്മൾ ധൈര്യമായിട്ട് ആ ഗേറ്റ് ചെന്നാ മതി. ആൻസിക്ക് പറയാനുള്ളത് സ്ട്രോങ് ആയിട്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാ മതി. കുട്ടികള് അമ്മയുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ കുഴപ്പം. അവരെ അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അതാദ്യം ആൻസി മനസ്സിലാക്ക. ഇല്ല, എന്നെ കണ്ടാൽ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് ഓടി വരും. എനിക്കത് ഉറപ്പാ. എന്റെ മോളെ, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. കോളനിന്നെ നീ കുഞ്ഞുങ്ങൾക്ക് ടാറ്റായും കൊടുത്ത് പോകുന്നില്ലേ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് പിള്ളേരെ നോക്കുമ്പോ അവര് കാണുന്ന എന്തുവാ? പോലീസ് പിടിച്ച് അമ്മയെ ജയിലിൽ കൊണ്ടുപോയി, അച്ഛൻ വിളിച്ചോണ്ടും പോയി. കൊച്ചിങ്ങളുടെ മനസ്സ് മാറുമേ. കുഞ്ഞു മനസ്സാ മാറുമത്. കുപ്പത്തൊട്ടി കിടന്ന് കഷ്ടപ്പെടണമെന്ന് പിള്ളേരങ്ങ് വിചാരിക്കും. അതുങ്ങൾക്കേ സൗകര്യവും സ്നേഹവും കിട്ടുന്നിടത്ത് അങ്ങോട്ടങ്ങ് പോകും. അത്രേ ഉള്ളൂ. അവനും അവന്റെ ചേട്ടന്റെ പെണ്ണുപിള്ളയും കൂടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം നിറച്ചു കാണും, മനസ്സ് മാറ്റിക്കാണും. അതുകൊണ്ട് നീ ഗേറ്റ് ചെന്ന് മക്കളേന്ന് വിളിച്ചാല് അവരിറങ്ങി വരുമെന്നൊന്നും വിചാരിക്കണ്ട. അതാ കൊച്ചാപ്പൻ പറഞ്ഞത്.
കത്തിമനെ നിർത്തേണ്ടത് കത്തിമനെ തന്നെ നിർത്തണം. ആര് കേക്കാനാ? എന്റെ കവർ എടുക്കാൻ മറന്നുപോയി. ഇല്ല, ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു.